ഹ്യൂണ്ടായി മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. ഹ്യൂണ്ടായി മോട്ടോറിനെ സംബന്ധിച്ച് കുറച്ച് സെയിൽസ് നമ്പേഴ്സ് അവർ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച നമ്പേഴ്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും GST ഇളവുകളൊക്കെ വരുമ്പോഴേക്കും വലിയ തോതിൽ ഈ ഒരു ഓട്ടോ മേഖലയിൽ ഒരു ബൂം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ് അനലിസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. ഹ്യൂണ്ടായി മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കും വിപണിയിലെ ഒരു പുതുമുഖം അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ഒരു ഇൻഫൻറ്റ് സ്റ്റേജിൽ നിലനിൽക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2024 ഡിസംബറോട് കൂടിയായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ IPO ആയിട്ട് ഹ്യൂണ്ടായി മോട്ടോഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേ നാളുകൾ ഏകദേശം ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. എന്നാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 18-ാം തീയതി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം, ഈ ഒരു ഓഗസ്റ്റ് 15-ലെ ഒരു പ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഈ ഓഹരിയിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ 3% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രമേ കാണാനും സാധിക്കുന്നുള്ളൂ. ഹ്യൂണ്ടായി മോട്ടോഴ്സിലുള്ള ഒരു ടേക്ക് എന്താണ്? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഹയർ ലെവൽ ഒരു സ്മോൾ ബേസ് ഫോർമേഷൻ, അതിനുശേഷം ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാനലാണ് ഫോം ചെയ്തത്. എക്സാക്ട് പറയുകയാണെങ്കിൽ 17th സെപ്റ്റംബറിലാണ് ഒരു ബ്രേക്ക്ഔട്ട് ക്യാനൽ ഫോം ചെയ്തത് വിത്ത് ഹൈ വോളിയം, അതായത് പോക്കറ്റ് പിവോട്ട് വോളിയം ബേസ്ഡ് ക്യാനലാണ് ബ്രേക്ക്ഔട്ട് ക്യാനലായി ഫോം ചെയ്തത്. എന്നാൽ ലാസ്റ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അത് ഒരു ഹെൽത്തി കറക്ഷൻ, അതായത് മാർക്കറ്റിൽ ഓവറോൾ സെന്റിമെന്റ്സ് വീക്ക് ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഇന്നലെ ഒരു സെൽ ഓഫ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നത്. എന്നിരുന്നാൽ പോലും 2623 എന്നത് നിയർ ടേം സപ്പോർട്ടായി, അതായത് സ്ട്രോങ് സപ്പോർട്ട് കൺസിഡർ ചെയ്യാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. കറന്റ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്.